16 ലക്ഷം അതല്ലെങ്കിൽ 18 ലക്ഷത്തിനോട് അടുപ്പിച്ച് PR വർക്ക് പുറത്ത് നടത്തിക്കൊണ്ട് ബിഗ് ബോസ് സീസൺ 7ന്റെ ഉള്ളില് ഗെയിം കളിക്കുന്നു എന്ന് പറയുന്ന അനുമോളുടെ ഗെയിമിന്റെ ഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. ഇതിലെന്തെങ്കിലും ശരിയാണല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സീസൺ 7 അനുമോള് വന്നു. അനുമോള് ആദ്യം അത്യാവശ്യം അനുമോളുടേതായ കണ്ടന്റ് ഉണ്ടാക്കി. അപ്പാനി ഇറങ്ങിയതിന് ശേഷം അനുമോളുടെ ഗെയിം കയ്യിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. ഒരു വശം വെച്ച് ചിന്തിച്ചു നോക്കിയാൽ അത് കറക്റ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അനുമോൾ അവിടെ നെഗറ്റീവ് കണ്ടന്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. നെഗറ്റീവ് കണ്ടന്റ് ഇൻ ദ സെൻസ് ലൈക്ക് ആദ്യം മറ്റേ നമ്മുടെ പൊതപ്പിഷു വന്നപ്പോൾ നല്ല രീതിയിൽ നെഗറ്റീവായി. അതല്ലെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാണിച്ചു. തൊട്ടനും പിടിച്ചനൊക്കെ കരയുന്ന ഒരു സ്ട്രാറ്റജി കാണിച്ചു. ഈ പൊതപ്പിന്റെ ഇഷ്യൂ വന്ന് ലാലേട്ടൻ പൊളിച്ചോടുകൂടി പുറത്ത് നെഗറ്റീവ് വന്ന് മനസ്സിലായോടുകൂടി ആളൊന്ന് ഒതുങ്ങി. അതിനുശേഷം നമ്മുടെ പ്ലാച്ചി വന്നു. അതിനുശേഷം അപ്പാനുള്ള സമയത്ത് തന്നെയാണ് ഈ പ്ലാച്ചി വരുന്നതും ശാപം വരുന്നതും. ആ ഒരു സംഭവമൊക്കെ അനുമോളുടേതായ രീതിയിൽ ക്രിഞ്ച് ആണെങ്കിൽ പോലും, ഈ പറഞ്ഞ മാതിരി ഒറ്റപ്പെടലാണെങ്കിലും കരച്ചിലാണെങ്കിലും എന്താ പറയാ, ഞാൻ തരുന്ന പൈസക്ക് വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കണ്ടന്റ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആ വ്യക്തിയെ പറ്റി സംസാരിക്കാനും ക്യാരക്ടർ കട്ടെടുക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിന്റെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും അവിടെ പറയാനുണ്ടായിരുന്നു അല്ലെ. ഇപ്പോ ഈ ഒരു കുറച്ച് ടൈം പീരീഡിൽ കാണുന്നത് ഫാമിലി വീക്കിൽ വന്നു. ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊതപ്പിഷു കഴിഞ്ഞതിന് ശേഷം ആള് പിന്നെ കുറച്ചുകൂടി ലൈറ്റായി, എനിക്ക് തോന്നുന്നു പുറത്തൊരു ബാഡ് ഇമ്പാക്ട് പോയി എന്ന് മനസ്സിലായതുകൊണ്ടാണോ എന്തോ ആള് ഇപ്പം ചിരിച്ച് കളിച്ച് ഓക്കെ ആയിട്ട് സെറ്റായിട്ട് പുള്ളിയുടേതായ ഒരു സംഭവം അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഒരു ട്രയോ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അതായത് ആദില, നൂറ, അനു, അതായത് പാട്ടാ ഗേൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് പോസിറ്റീവ് കമന്റ്സും വരുന്നുണ്ട്, നെഗറ്റീവ് കമന്റ്സും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവരൊരു 3 പേരും കൂടി ത്രികോണ അവസ്ഥയിൽ ഇപ്പൊ അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി ഭയങ്കര ബോറാണ്. അനുമോളുടേതായ ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല. പുറത്ത് ഫാൻ ബേസും ഈ 16-18 ലക്ഷത്തിന്റെ PR ഉള്ളതുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് പോകുന്നു എന്ന് തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കാരണം അവിടെ ഒരു ഗ്രൂപ്പിസം വന്നാൽ, ഒരു 2 ആൾക്കാരിലോട്ട് ചേർന്നാൽ, ഒരാളിലോട്ട് തന്നെ അങ്ങ് ഇതായി കഴിഞ്ഞാൽ, ഇപ്പൊ ഗിസേല് ഇറങ്ങാനുള്ള കാരണം ഗിസേലയുടെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ ആര്യൻ ഗിസേലായിട്ടാണെങ്കിൽ, പക്ഷെ ഗിസേൽ ഇറങ്ങിയിട്ടും ആര്യൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ആ ഒരു വിഷമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഗിസേൽ എന്ന് പറഞ്ഞാൽ ആര്യന്റെ ഒരു നേളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ആര്യനല്ല, ഗിസേലാണ് ആര്യന്റെ നേളായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ ഈ പാട്ടാ ഗേൾസിൽ അനുമോൾക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല 8ന്റെ പണി കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പ്രത്യേകിച്ച് ഗെയിമൊന്നും അവിടെ കളിക്കുന്നില്ല. എന്താണ് അവിടെ ചെയ്യുന്നത്? അവർ 3 പേരോട് സംസാരിക്കുന്നു, കളിയും ചിരിയും കാര്യങ്ങളായിട്ട് ആള് നന്നായിട്ട് അങ്ങ് ഒതുങ്ങി പോയില്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോ ഇതാണ് ഒരു വിഷയം എന്ന് പറയുന്നത്. നമ്മൾ ഈ PR കൊടുക്കുമ്പോഴേ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് അതിന്റെ ഒപ്പം തന്നെ ഒരു സപ്പോർട്ടും കൂടി ആണെങ്കിൽ കാണാനും രസമുണ്ട്. ആള് നന്നായിട്ട് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് സപ്പോർട്ട് എന്നൊരു സാധനം വരും. അല്ലാതെ പുറത്ത് PR കൊടുത്തോണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, കാര്യങ്ങൾ പോയിക്കോളും എന്നുള്ള ഒരു തോട്ട് ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് അതിന്റെ അകത്ത് കയറുന്ന കണ്ടസ്റ്റൻസിന് ഫീൽ ചെയ്ത 10 പൈസ കൊടുക്കാതെ ജനങ്ങളുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടോട് കൂടി തന്നെ അവിടെ തലകുത്തി മറിഞ്ഞു നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുകയും ടാസ്കും എല്ലാം നല്ല രീതിയിൽ കളിക്കുന്ന ആളുകൾ പുറത്ത് വീട്ടിലൊന്നും ഇരിക്കേണ്ട വരും.